ബാംഗ്ലൂരിനടുത്ത് വെച്ച് KSRTCയുടെ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞതിനെ തുടർന്ന് വളരെ ദാരുണമായ തരത്തിൽ ഡ്രൈവർ മിഥിലേഷ് 31 വയസ്സുള്ള മിഥിലേഷും അതേപോലെ തന്നെ കണ്ടക്ടർ അരുണും 53 വയസ്സ് അവർ മരിച്ചു. ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. 3 പേര് ചികിത്സയിൽ കഴിയുന്നുണ്ട്. പലർക്കും പരിക്ക് പറ്റിയവർ അവർ ആശുപത്രി വിട്ടു. ആദ്യമായി അന്തരിച്ച 2 KSRTC ജീവനക്കാരുടെയും സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഞാനിത് കഴിഞ്ഞാൽ അവിടെ ഇന്ന് അവർ ഭവനം സന്ദർശിക്കുന്നുണ്ട്. KSRTC MD പ്രമോദ് എന്നോടൊപ്പമുണ്ട്. അദ്ദേഹം ഇന്നലെ അവിടെ പോയിരുന്നു. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്ന രീതിയിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ഞങ്ങൾ നടത്തി. അതിൽ നിന്ന് 2 കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്. ഒന്ന്, വാഹനം വളരെ ഫിറ്റായിട്ടുള്ളൊരു വാഹനമായിരുന്നു. വലിയ പഴക്കമൊന്നുമില്ലാത്ത നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടി തന്നെയാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡ്രൈവറും സാധാരണയായി ലോങ് ട്രിപ്പ് ഓടിക്കുന്ന ഡ്രൈവറാണ്, മിടുക്കനായിട്ടുള്ള ഒരാളാണ്. മറ്റാക്ഷേപങ്ങളൊന്നും ഇതിനു മുമ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം സൈൻ ഓഫ് ചെയ്തതിന് ശേഷം 16 മണിക്കൂറുകൾക്ക് ശേഷമാണ് വീണ്ടും സൈൻ ഓൺ ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിൽ എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് വളരെ സൂക്ഷ്മമായി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചതിൽ നിന്നും സൈൻ ഓഫ് സൈൻ ഓൺ എന്നുള്ളതിൽ 16 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. 8 മണിക്കൂറാണ് നിയമപ്രകാരം. മിനിമം 8 മണിക്കൂറിന് ശേഷമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ അപാകതയില്ല. പിന്നെ എന്ത് പറയാൻ പറ്റും, ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പെട്ടെന്ന് ഉറക്ക ക്ഷീണമോ മറ്റോ ഉണ്ടായി കാണും. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവരുടെ കോമ്പൻസേഷനെ സംബന്ധിച്ചിടത്തോളം സ്ഥിര ജീവനക്കാരനാണ് കണ്ടക്ടർ അരുൺ. അദ്ദേഹത്തിന് ഏതാണ്ട് 1 കോടി രൂപയിലധികം നമുക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. ആ പ്രൊവിഷൻ അനുസരിച്ച് അത് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ താൽക്കാലിക ജീവനക്കാരനാണ് മിഥിലേഷിന് നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുള്ളത് 10 ലക്ഷം രൂപയാണ്. പക്ഷേ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ SBIയുമായിട്ട് കണക്റ്റഡാണ് ഈ കോമ്പൻസേഷൻ. അവരുമായിട്ടുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ വേണമെങ്കിൽ അത് പറയാൻ കഴിയും, അല്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അത് പറയാൻ കഴിയും. എന്തായാലും KSRTCയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ആ താൽക്കാലിക ജീവനക്കാരനും അർഹമായ ഒരു തുല്യമായ എന്നെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല, അർഹമായ ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നത്.